നമ്മുടെ കുട്ടികളെല്ലാം പരീക്ഷയ്ക്ക് പോയി തുടങ്ങുകയാണ് അല്ലേ? SLC തുടങ്ങുകയാണ്, +2 തുടങ്ങുകയാണ്. കുട്ടികളെല്ലാം പരീക്ഷാ കാലഘട്ടത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇനി ഭയങ്കര ഒരു ടെൻഷന്റെ ലോകത്തോട്ട് പോകുവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ ടെൻഷന്റെ ലോകത്തേക്ക് പറഞ്ഞു വിടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ കുട്ടികളോടും മാതാപിതാക്കളോടുമായിട്ട് പറയാനുള്ളത്, ആദ്യം തന്നെ ചെയ്യേണ്ടത്, കുട്ടികൾ പേടിക്കണ്ട. എന്തിനാണ് നമ്മൾ പരീക്ഷയെ പേടിക്കുന്നത്? പരീക്ഷേനെ നമുക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പൊ നിങ്ങൾ കുട്ടികൾ പറയും, ടീച്ചർക്ക് അങ്ങനെ പറയാം, പരീക്ഷേനെ എനിക്ക് പേടിയാ, കാര്യം ഞാൻ പഠിച്ചതൊന്നും ഓർക്കുന്നില്ല, ഇനി എന്ത് പഠിക്കണമെന്ന് എനിക്കറിയത്തില്ല, എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല, വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മ പറയണു അവര് ഇത്ര മാർക്ക് മേടിച്ചു, നീയും അതുകൊണ്ട് അത് മേടിക്കണം, അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് എന്ന് പറയും ഇപ്പൊ കുട്ടികൾ അല്ലേ? നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾക്കുള്ള ബുദ്ധി ആയിരിക്കില്ല മറ്റേ കൂട്ടുകാരനുള്ള ബുദ്ധി. സാരില്ല, നിങ്ങൾക്ക് എത്ര കഴിവുണ്ടോ ആ കഴിവിൻ്റെ പരമാവധി തന്നെ പഠിക്കുക. എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിക്കരുതെന്നോ ഉറങ്ങരുതെന്നോ ഒന്നുമല്ല ടീച്ചർ പറയണത്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, നല്ല നല്ല ഭക്ഷണങ്ങൾ തന്നെ കഴിക്കണം, കളിക്കാൻ പോകണം, വീട്ടിലുള്ളവരോട് സംസാരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് എത്ര പഠിക്കാൻ പറ്റുന്നോ അത്രയ്ക്കധികം നിങ്ങൾ പഠിക്കുക. അപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ എവിടെ പഠിക്കും, എനിക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾക്ക് ഓരോ പാഠഭാഗങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിക്കാത്ത കുട്ടികളും ഉണ്ടാവും. ഇനി പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ടാവും. സാരമില്ല, ഏത് കുട്ടികളാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ പുസ്തകം എടുത്തു വെക്കുക. നിങ്ങളെ കൊണ്ട് എത്ര പഠിക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് തന്നെ പഠിക്കുക. അതേപോലെ കണക്കിലെ കളികളൊക്കെ എന്താ, വായിച്ച് പഠിക്കരുത്. കണക്കിലെ കളികളെ കൂടുതൽ കുട്ടികളും വായിച്ച് പഠിക്കും, പാടില്ല. നിങ്ങൾ എഴുതി എഴുതി തന്നെ പഠിക്കണം. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, എഴുതി പഠിക്കേണ്ട സബ്ജക്റ്റുകൾ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. പിന്നെ വായിച്ച് പഠിക്കേണ്ടത് വായിച്ച് പഠിക്കുക. പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? അക്ഷരത്തെറ്റ് വരാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ എഴുതി എഴുതി തന്നെ പഠിക്കുക എന്നുള്ളതാണ്. സ്ലേറ്റ് ഉപയോഗിക്കാലോ, നിങ്ങൾ വലിയ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് സ്ലേറ്റ് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്ലേറ്റിൽ എഴുതുക, മായ്ക്കുക, വീണ്ടും സ്ലേറ്റിൽ എഴുതുക, മായ്ക്കുക. അപ്പൊ നിങ്ങൾ പറയും, ആരാ ടീച്ചറെ ഇപ്പോൾ സ്ലേറ്റിലൊക്കെ എഴുതുന്നതെന്ന്. സ്ലേറ്റിൽ എഴുതും. സ്ലേറ്റിൽ നമുക്ക് ബുക്ക് എഴുതിയാൽ നിങ്ങൾ വലിയ കുട്ടികളായി. ബുക്കിൽ എഴുതി എത്ര ബുക്ക് നമ്മൾ വാങ്ങിക്കും, എത്ര പേപ്പർ നമ്മൾ വാങ്ങിക്കും? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ സ്ലേറ്റിൽ എഴുതുക, മായ്ക്കുക, സ്ലേറ്റിൽ എഴുതുക, മായ്ക്കുക, അങ്ങനെ വീണ്ടും വീണ്ടും കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ എഴുതി എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എഴുതി എഴുതി പഠിക്കുന്നത് നമ്മുടെ തലേന്ന് പോകാൻ കുറച്ച് താമസം എടുക്കും, അത് തലയിൽ തന്നെ ഇരിക്കും. ഇനി മറ്റൊരു കാര്യം, പരീക്ഷ എഴുതുമ്പോൾ, പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് ടെൻഷൻ കൊടുക്കാതിരിക്കും. നമ്മൾ എത്ര ടെൻഷൻ കൊടുത്താലും, എനിക്കും കുട്ടികളുള്ളതാണ്, 10ലൊന്നും എത്തിയില്ല എങ്കിൽ പോലും മക്കളുണ്ട്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പറയും, പഠിക്ക് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് ടെൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ കുട്ടിക്ക് നമ്മൾ എത്ര പഠിക്കുക എന്ന് പറഞ്ഞാലും ആ കുട്ടിക്ക് ഉള്ള കഴിവിനനുസരിച്ച്, ഉള്ള ബുദ്ധിക്കനുസരിച്ച് അവർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എത്ര അവരോട് പഠിക്കുക എന്ന് പറഞ്ഞാലും കുട്ടിക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവർക്ക് മനസ്സമാധാനം കൊടുക്കുക, മനസ്സിനൊരു ശാന്തി കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക. മോനെ, ഇത് പരീക്ഷയാണ്, നീ ഇത്രയും കാലം എന്ത് പഠിച്ചു എന്നുള്ളത് നേരിടുന്ന ഒരു മേഖലയാണിത്. അത് ഏത് വിഷയത്തിലുമുണ്ട് ഒരു പരീക്ഷണം. അതുകൊണ്ട് ഇത് നീ നിന്റെ കഴിവിൻ്റെ പരമാവധി നീ ശ്രദ്ധിക്കുക, കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് എഴുതുക. ഇനിയും നിനക്ക് അവസരമുണ്ട്, ഇതോടുകൂടി ജീവിതം അവസാനിക്കുകയല്ല. അത് കുട്ടികളെ ഓർമ്മിപ്പിക്കുക. ഇതോടുകൂടി ജീവിതം അവസാനിക്കില്ല എന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുക. ഈ പരീക്ഷയിൽ വിജയം വരിക്കാൻ കഴിഞ്ഞില്ലേ, ഇനിയും അവസരങ്ങളുണ്ട് എന്ന് കുട്ടികളോട് പറയുക. ഇത് കേൾക്കുന്ന കുട്ടികൾ ഓർക്കരുത്, ഇനിയും അവസരമുണ്ടല്ലോ എന്ന്. എന്താണ്? ഏതൊരു കാര്യത്തിലും ആദ്യത്തെ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ടേ നമ്മൾ രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ. അത് പരീക്ഷ എന്ന് മാത്രമല്ല, ഏത് കാര്യമാണെങ്കിലും ആദ്യത്തെ അവസരം കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കുട്ടികളുടെ ഉറക്കം, ഉറക്കാതെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്, അത് വേണ്ട. കുട്ടികൾ ഉറങ്ങണം, നന്നായിട്ട് തന്നെ ഉറങ്ങണം. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. അതേപോലെ അവർ കൂട്ടുകാരൊക്കെ ആയിട്ട് കുറച്ചു നേരം സംസാരിക്കട്ടെ, കുറച്ച് സമയം സംസാരിക്കട്ടെ അവർ.
അവരുടെ മനസ്സൊന്ന് ശാന്തമാക്കട്ടെ. സംസാരിക്കാൻ വരുമ്പോഴായിരിക്കും നമ്മൾ മാതാപിതാക്കൾ പറയും പോയി പഠിക്കാൻ. അതല്ല, അവരവരുടെ കഴിവിന്റെ പരമാവധി പഠിച്ചിട്ടായിരിക്കും വരുന്നത്. അതിനുശേഷം അവരെ നമ്മൾ കുറച്ച് സമയം നമ്മുടെ കൂടെ ഇരുത്തുക, കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയുക, മനസ്സൊന്ന് റിലാക്സ് ആയതിനു ശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുക. അതാണ് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരിക്കലും അവർക്ക് അടുത്ത വീട്ടിലെ കൊച്ചിന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടി, അതുകൊണ്ട് നിനക്ക് അതിനേക്കാൾ കിട്ടണം, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ കുട്ടിയുടെ ബുദ്ധി എത്രയുണ്ട് എന്ന് ഇത്രയും കാലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മതി. അത് എത്രയുണ്ടോ അത്ര നന്നായിട്ട് കുട്ടികൾ പഠിക്കട്ടെ. ഇനി കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എടുക്കേണ്ട പേന, പെൻസില്, അതേപോലെയുള്ള മുഴുവൻ സാധനങ്ങൾ, ഹാൾ ടിക്കറ്റ് ഒരിക്കലും മറക്കരുത്. തലേ ദിവസം തന്നെ എടുത്ത് നിങ്ങളുടെ ബാഗിൽ സെറ്റാക്കി വെക്കാം. രാത്രിയിൽ കിടക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മയിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പാഠങ്ങളുണ്ടാവും, പഠിച്ചിട്ടും മനസ്സിലാകാത്ത പാഠങ്ങളുണ്ടാവും. എന്നാലും നിങ്ങൾ കൂടുതൽ അതിന് ശ്രദ്ധ കൊടുക്കുക. പഠിച്ചിട്ടും മനസ്സിലാവാതെ ചില പാഠങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാതെ കിടക്കുന്ന പാഠങ്ങളും ഉണ്ടാകും. പക്ഷേ അതിനൊക്കെ ഈ പരീക്ഷാ സമയത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനെ. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ പാഠഭാഗത്തെ ചെറിയ നോട്ടുകൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും വെറുതെ നടക്കുമ്പോഴും ഒക്കെ അതൊന്നും മനസ്സിൽ പറഞ്ഞ് നോക്കുക. അങ്ങനെ ആ പാഠഭാഗങ്ങളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുക. ഈ പരീക്ഷയുടെ സമയത്ത് മാത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുക. പരീക്ഷ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അവരോട് പിണങ്ങാം, ആ പാഠഭാഗങ്ങളോട്. അങ്ങനെ നിങ്ങൾ നല്ല മിടുക്കരായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളിപ്പോൾ ഫോണിലൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ, ഗെയിമൊക്കെ കളിക്കുന്നുണ്ടാവും. പാരൻസ് കാണുകയും കളിക്കുന്നുണ്ടാവും, പേരൻസ് കാണാതെയും കളിക്കുന്നുണ്ടാവും. പക്ഷേ ഈ കുറച്ച് നാൾ, ഒരു മാസം നിങ്ങൾ ഫോണ് മാറ്റിവെക്കുക. കാരണം നമ്മുടെ ബുദ്ധിയിൽ ഇനി പുസ്തകങ്ങളാണ് വേണ്ടത് അല്ലേ. ഇനി കുറച്ച് നാൾ, ഒരു മാസത്തോളം പരീക്ഷയാണ്. അപ്പോൾ ആ ഒരു മാസത്തോളം നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഈ ഫോണിലെ ഗെയിമൊക്കെ കളിച്ചിട്ട് നമ്മുടെ ബുദ്ധി എന്തിനാ നമ്മൾ വെറുതെ കളയണേ? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വേണ്ട എന്ന് വെക്കുക. എന്ന് കരുതി ഫോൺ ഒട്ടും കാണണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഫോൺ കാണുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള അതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഏറ്റവും നല്ല കാര്യം, വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം നിങ്ങൾ മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ പഠിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കൂ, ഈ പാഠം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻസ് അത്രയ്ക്കധികം പ്രാധാന്യപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അത് വീണ്ടും നിങ്ങൾ പഠിക്കണം. അത് വീണ്ടും നിങ്ങൾ ഓർമ്മയിൽ വന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പഠിക്കണം. അതേപോലെ അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കി അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ പുസ്തകം നിങ്ങളുടെ കൈപ്പിടിയിൽ നിങ്ങൾ ഒതുക്കണം. നന്നായിട്ട് പഠിച്ച് പരമാവധി കൈപ്പിടിയിൽ ഒതുക്കണം. പരീക്ഷയെ നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്. പിന്നെ എല്ലാ കുട്ടികളും ചെയ്യുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു പരീക്ഷ, ഇപ്പോൾ സയൻസിന്റെ എക്സാം കഴിഞ്ഞ് വരിക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കഴിഞ്ഞ് വരികയാണെങ്കിൽ ഉടനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇത്ര മാർക്ക് എന്താ നീ അങ്ങനെ തെറ്റിച്ച്, അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ തന്നെ പോലും അയ്യോ എനിക്കത് തെറ്റിപ്പോയി. അത് വേണ്ട. പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മടക്കി നിങ്ങളുടെ ബാഗിൽ വെച്ചോളുക. നിങ്ങൾ നാളത്തേക്കുള്ളത് നിങ്ങൾ പഠിക്കുക. കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ കുറേ തെറ്റിപ്പോയിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമാവും. അയ്യോ അത് അങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ അറിയുന്നത് തെറ്റിച്ചല്ലോ എന്നൊക്കെ. അത് നമ്മൾ നാളെ പഠിക്കേണ്ട വിഷയത്തെയും കൂടി അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എഴുതി, അത് നമുക്ക് പോയി മായ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം എഴുതി അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ മടക്കി നിങ്ങളുടെ ബാഗിൽ കീപ്പ് ചെയ്തോളുക. ശേഷം നാളത്തേക്കുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെ ചെയ്താൽ മതി. വെറുതെ എന്തിനാ മനസ്സിന് നമ്മൾ ടെൻഷൻ കൂട്ടുന്നത് അല്ലേ? അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക, വീട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുക, മാതാപിതാക്കൾ കുട്ടികളെ ചേർത്ത് പിടിക്കുക. ഇത് നിങ്ങളുടെ അവസാനമല്ല എന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുക. 10, 15, 16, 17 വയസ്സൊക്കെ നിങ്ങൾക്കായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇതും കഴിഞ്ഞ് വളരെയധികം വിശാലമായ ലോകം, ഭയങ്കര അധികം എന്താ പറയാ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ത്രില്ലടിപ്പിക്കുന്ന ലോകം നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് എന്ന് കുട്ടികളെ മാതാപിതാക്കൾ ഓർമ്മിപ്പിക്കണം.
പരീക്ഷ കഴിഞ്ഞതോടെ ലോകം അവസാനിച്ചില്ല എന്നും ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് എന്നും കുട്ടികളെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. അവരെ നിങ്ങൾ ഒരിക്കലും ടെൻഷന്റെ ലോകത്തോട്ട് പറഞ്ഞു വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല നല്ല പരീക്ഷ അല്ലെ, നല്ല എല്ലാ വിഷയങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമായി എന്ന് വരില്ല. എന്നാലും സാരില്ല, എളുപ്പമില്ല ആകാത്ത ചിലപ്പോൾ ചില കുട്ടികൾക്ക് പൊതുവെ എല്ലാവർക്കും തന്നെ കണക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമാണ് അല്ലെ. അപ്പം അത് നിങ്ങളും പരമാവധി പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള കണക്കിലെ കുറെ സൂത്രവാക്യങ്ങൾ അല്ലെങ്കിൽ ഫോമുലാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എഴുതി പഠിക്കുക. വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മയിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നരുത്. നമുക്ക് പരമാവധി നമ്മൾ ശ്രമിക്കുമ്പോൾ വിജയം നിങ്ങളുടെ കയ്യിൽ വരും, ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ആരും ടെൻഷൻ ആവണ്ട, മാതാപിതാക്കൾ ഒട്ടും ടെൻഷൻ ആവണ്ട. കുട്ടികളെ രാവിലെ തന്നെ സന്തോഷത്തോടെ പറഞ്ഞു വിടുക. ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരീക്ഷയാകുമ്പോഴത്തേക്കും പ്രാർത്ഥനയൊക്കെ വേണ്ടെന്ന് വെക്കും. അതൊന്നുമല്ല, നിങ്ങൾ ഇന്നലെ വരെയും നിങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നോ നല്ല നല്ല ശീലങ്ങൾ ഉണ്ടായിരുന്നത്, അത് പരീക്ഷയാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും നിങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് ശക്തമായി തന്നെ പ്രാർത്ഥിക്കുക. പരീക്ഷയാണ്, എന്നെ കാത്തോളണേ, എന്നെ മാത്രമല്ല എൻ്റെ കൂട്ടുകാരെയും ഒക്കെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം കൈവിടില്ല. അപ്പോൾ എല്ലാവരുടെയും ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷകരമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. ടീച്ചറിന്റെ പ്രാർത്ഥനയിലും മക്കളെയൊക്കെ ഓർക്കുന്നതാണ്. ടീച്ചറിന് കുട്ടികളുണ്ടോ, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിലും എല്ലാ കുട്ടികളെയും തന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് പോവുക. ഹാൾ ടിക്കറ്റ്, നല്ല തെളിയുന്ന പെന്ന്, അതേപോലെ പെൻസില്, മാർക്സ് കണക്കിന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എടുക്കേണ്ട ബോക്സ് ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. എല്ലാം തന്നെ എടുത്ത് സൂക്ഷിക്കുക, ബാഗിൽ എടുത്ത് വെച്ച് പ്രത്യേകം സൂക്ഷിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. എന്തേ ഉള്ളൂ? ഒന്നാമത്തെ കാര്യം നന്നായിട്ട് പഠിക്കുക. രണ്ടാമത്തെ കാര്യം നന്നായിട്ട് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, മനസ്സിനെ ഏകാഗ്രമാകാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം മാതാപിതാക്കൾക്കുള്ളതാണ്. കുട്ടികളെ ടെൻഷന്റെ ലോകത്തോട്ട് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്? നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.